നമ്മളിതുവരെ എടുത്ത സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസ് ആണ് അല്ലേ. കമ്പോണൻസ് ഏകദേശം ഫിനിഷ് ചെയ്തു. നമ്മളൊരു ഫീൽഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫീൽഡിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കമ്പോണൻസിൻ്റെ സെക്ഷൻ കുറച്ച് ഡീപ്പായിട്ട് തന്നെ എടുത്തത്. ഓക്കെ, ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 7-8 ക്ലാസ്സുകൾ നമുക്ക് അതിനായിട്ട് വേണ്ടി വന്നു അല്ലേ. അപ്പം നിങ്ങൾക്ക് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം നാട്ടിലുള്ള ഒരുവിധം അപ്ഡേഷൻ കോഴ്സുകളിലൊന്നും തന്നെ ഈ കമ്പോണൻറ്റുകളെ കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഏരിയ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും CPU ചെയ്യാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ സ്വാപ്പിംഗ് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള എൻഡിലുള്ള കാര്യങ്ങൾ, അതായത് ലെവൽ 4 കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ച് ആക്ച്വലി എന്താ പറയുക, അതിന് നിൽക്കാനും നടക്കാനും പഠിക്കാത്ത ഒരാളെ ഓടിക്കണ മാതിരിയാണ് അല്ലേ. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ബാക്കോട്ട് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. ആക്ച്വലി അവിടെ പ്രശ്നം വരുന്നത് നമ്മളെ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. അതായത് നമ്മൾ ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ ഏറ്റവും മിനിമൽ ഫോൾട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതല്ലേ ബെറ്റർ. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഡിവൈസ് ഡെലിവർ ചെയ്യാൻ പറ്റും. നോർമലി ലെവൽ 4 വർക്ക് മാത്രം പഠിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു മൈൻഡ് വരില്ല. അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് CPU ലെവലിലുള്ള ചിന്തകളാണ് വരിക. വേഗം പോയിട്ട് CPU ചെയ്യുക, അല്ലെ പവർ IC ബുക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഉണ്ടാവുക. സോ നമ്മളൊരു ആസ് എ ടെക്നീഷ്യൻ നമുക്കിതിൻ്റെ മുമ്പുള്ള 3 ലെവലും എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം അല്ലേ. മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിൽ നമുക്ക് 3 ലെവലാണ് ശരിക്കുള്ളത്: ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഇന്നിപ്പം ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ലെവൽ 4 എന്നും കൂടെ പറയുന്നുണ്ട്. കാരണം റിപ്പയറിങ് ഇൻഡസ്ട്രി അത്രയും എന്തായി, അപ്ഡേറ്റ് ആയി അല്ലേ. 10 സെക്കൻഡ് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോട്ടോ, കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ് കുറച്ച് ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും. ഓക്കെ, ആക്ച്വലി നമ്മൾ ലെവൽ സെറ്റിംഗ് ആണ്, നമ്മളെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെവൽ 1 റിപ്പയർ എന്താണെന്ന് അറിയണം അല്ലേ. ലെവൽ 1 റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോണ് അയക്കുന്നതിന് മുമ്പ് അതിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കുന്നതാണ് ലെവൽ 1 റിപ്പയർ. നിങ്ങളതിൻ്റെ സ്ക്രൂസ് അയക്കേണ്ട ആവശ്യമില്ല. ഈ മുമ്പ് നോക്കിയൻ്റെ ഫോണുകളൊക്കെ ബാക്ക് ടോപ്പ് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി മാറ്റായിരുന്നു അല്ലേ. നോക്കിയൻ്റെ 1100 അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ മോഡലുകൾ, സാംസങ്ങിൻ്റെ മോഡലുകൾ ഉണ്ടായിരുന്നു. അപ്പം ബാറ്ററി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ സ്ക്രൂസ് അയക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബാക്ക് ടോപ്പ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാറ്ററി മാറ്റാൻ പറ്റും അല്ലേ. ആ വർക്കൊക്കെ നമുക്ക് വേണേൽ ലെവൽ 1 വർക്കിൽ വേണേൽ ഉൾപ്പെടുത്താം. അതേപോലെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന കേസ്, ഒരു സെറ്റ് നമ്മൾ ജസ്റ്റ് USB ആയിട്ട് കണക്ട് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ചെയ്യാം, അത് നമുക്ക് ലെവൽ 1 ഉൾപ്പെടുത്താൻ പറ്റും. ഇനി നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്, ഉദാഹരണം റീസെറ്റ് ചെയ്യാണ് ഫോണ്, റീസെറ്റ് ചെയ്തിട്ടൊക്കെ ചില കേസുകൾ റെഡി ആവാറില്ലേ അല്ലേ.
ചില നെറ്റ്വർക്ക് കംപ്ലൈന്റ് വരെ റീസെറ്റ് ചെയ്തിട്ട് റെഡി ആവാറുണ്ട്. അതേപോലെ എന്താ പറയാ, ആപ്പുകളുടെ പ്രശ്നം നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. സെറ്റിങ്സ് മാറിക്കടന്ന കേസുകളൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് ലെവൽ 1 റിപ്പയർ എന്ന് പറയുന്നത്. ഇനി ലെവൽ 2 എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിവൈസ് അയച്ചതിന് ശേഷം മാറ്റാൻ പറ്റുന്ന ചില പാർട്ടുകൾ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഐഫോണിൽ പറയുകയാണെങ്കിൽ ഇയർ സ്പീക്കർ സ്ട്രിപ്പ് മാറ്റുകയാണ് നമ്മൾ, ഡയറക്റ്റ് റീപ്ലേസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇയർ സ്പീക്കർ മാറ്റാണ്, അല്ല ചാർജിങ് സ്ട്രിപ്പ് മാറ്റാണ്. ആക്ച്വലി എന്താണ് പാർട്സ് അല്ലേ, ആക്സസറീസ് അല്ലെങ്കിൽ പാർട്സിന്റെ റീപ്ലേസ്മെന്റ് ആണ് ലെവൽ 2 വരുന്നത്. ഓക്കെ, ചാർജിങ് കണക്ടർ ഒക്കെ മാറ്റുന്ന വർക്ക് ശരിക്ക് നമ്മൾ ബ്ലോവർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലോവറും അയണും യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്ക് മോസ്റ്റ്ലി അത് ലെവൽ 3 വരും. അത് മുമ്പ് നമുക്ക് നോക്കിയ സെറ്റുകളൊക്കെ കാലത്ത് നോക്കിയ കെയറുകളിൽ ലെവൽ 3 വർക്കൊക്കെ ചെയ്തിരുന്നു. അതായത് ഐസികളൊക്കെ ലിഫ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 5-8 വർഷമായിട്ട് ഇപ്പം ഒരുവിധ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളിലൊന്നും ലെവൽ 3 ചെയ്യുന്നില്ല. കാരണം അവർക്ക് അതിനെ കൊണ്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങി. ഉദാഹരണം, വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു സെറ്റ് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് അവരെ ടെക്നീഷ്യന്മാരെ മിസ്റ്റേക്ക് കൊണ്ട് ആ ഡിവൈസ് ഡെഡായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കും. അതൊരു സാധാരണ ഷോപ്പിലാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആകുമ്പം ആ കസ്റ്റമർ നേരെ കൺസ്യൂമർ കോർട്ട് അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടി വന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്ത് ഇതിനെ ഈ ഒരു ലെവൽ 2 വരെ ചെയ്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയത്. ഓക്കെ, ആക്ച്വലി ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് നമ്മൾ ചിപ്പ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവൽ 3 ചിപ്പ് ലെവൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലെവൽ 3 അതുപോലെ ലെവൽ 4 എന്ന് പറയുന്നത് ശരിക്കും CPU ലെവൽ വർക്കാണ്. അതായത് അത്രയും മേജർ ആയിട്ടുള്ള ഐസികൾ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റീഫിക്സ് ചെയ്യുക, അതിൽ വരുന്ന പ്രിന്റുകൾ ഫിക്സ് ചെയ്യുക, പ്രിന്റ് ബ്രേക്ക് ഫിക്സ് ചെയ്യുക, അതേപോലെ കോഡ് സ്വാപ്പ് ചെയ്യുക, അതേപോലെയുള്ള മേജർ വർക്കുകളാണ് നമ്മൾ ലെവൽ 4 പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ CPU ചെയ്യാൻ ഇപ്പം ആൻഡ്രോയിഡിൻ്റെ ഒക്കെ CPU ചെയ്യാൻ ഒരുവിധം ടെക്നീഷ്യന്മാർക്കൊക്കെ അറിയാം മാർക്കറ്റിൽ. അപ്പം ഇവരൊരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് അത് CPU ആണ് എന്നുള്ള തീരുമാനത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി അവിടെ ഒരു SOP എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ല. ഓക്കെ, നമുക്ക് ഏതൊരു പ്രൊഫഷനിലും അതിൻ്റെതായിട്ടുള്ള SOP ഉണ്ടാവും. പല സ്ഥാപനങ്ങൾക്കും SOP ഉണ്ടാവും. SOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മൾ എങ്ങനെ ഒരു കാര്യത്തിനെ ഡീല് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ SOP എന്തായിരിക്കും? ഉദാഹരണം, ഒരു ടെക്സ്റ്റൈൽസിന്റെ SOP നല്ല അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്കൊരു SOP ഉണ്ടാവും. ഉദാഹരണം, വരുന്ന കസ്റ്റമറെ സ്വീകരിക്കാൻ അവിടെ ഒരാളുണ്ടാവും അല്ലേ, ഒരു ലേഡി ഇങ്ങനെ വന്നിട്ട് വാതിൽക്കൽ നിൽക്കുന്നുണ്ടാവും അല്ലേ, അവിടെ സ്വീകരിക്കണം എന്നുള്ളത് മസ്റ്റ് ആയിരിക്കും. അവിടെ ഒരു വ്യക്തി അവിടെ എപ്പോഴും വേണം എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി ഒരാൾ മാറുകയാണെങ്കിൽ അടുത്ത ആൾ അവിടേക്ക് വരും. അപ്പൊ ആ SOP എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും തെറ്റൂല. അത് അത്രയും പക്കായിട്ട് അവിടെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഒരാൾ ഇയാളെ വെൽക്കം ചെയ്യാൻ വേണം എന്നുള്ള നിർബന്ധമാണ്. ദെൻ
ഇയാള് ജസ്റ്റ് പോയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്കൊരു വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും, അത് ശ്രദ്ധിക്കാനായിട്ട് ഒരാളുണ്ടാവും. ഒരു ക്ലയന്റ് വരുന്നുണ്ടെങ്കിൽ, ഒരു കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കണം, അതിനുള്ള ഒരാളുണ്ടാവും. ദെൻ വേറൊരാൾ വന്നിട്ട് ചോദിക്കും ഇയാൾ ഏത് സെക്ഷനിലേക്കാണ്, എന്താണ് നോക്കുന്നത്, ജെൻസ് ആണോ ലേഡീസ് ആണോ, ഇനി അത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ വേറെ ആളുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ വേറെ ആളുണ്ടാവും. അവർ നമ്മളെങ്ങോട്ടാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ആക്കി തരും അല്ലേ? ഇത് കറക്റ്റ് SOP ഉള്ള സ്ഥാപനത്തിലാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ പോകുന്ന എല്ലാ ടെക്സ്റ്റൈൽസും ഇതേ രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ നിങ്ങൾ സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകും. ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇനി എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിക്കും, ബില്ല് താഴെത്തിക്കോളും എന്ന് പറയും അല്ലേ? നമുക്ക് താഴെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ബില്ല് അടച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഡെലിവറി കിട്ടും എന്ന് പറയും. അപ്പൊ ഇതിന് കറക്റ്റ് ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഫീൽഡിനെയും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം, ഒരു മൊബൈൽ സർവീസിന് വന്നു കഴിഞ്ഞാൽ ഇയാൾ പറയാണ് ഫോൺ ഓൺ ആവുന്നില്ല അല്ലേ, ഡെഡ് കണ്ടീഷനിലാണ് വന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നേരെ പോയിട്ട് പവർ ഐസി ബുക്ക് അല്ലേ, വേറെ വർത്താനൊന്നും ഉണ്ടാവില്ല. അവിടാണ് SOPന്റെ ഇമ്പോർട്ടന്റ് വരുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് തന്നെ എന്താ ചെയ്യാ? കണ്ടീഷൻ നോക്കും ആദ്യം. എന്താണ് കണ്ടീഷൻ നോക്കും? വേറൊരാൾ പറഞ്ഞേ ഹിസ്റ്ററി എടുക്കുക. എന്ത് ഹിസ്റ്ററി? കസ്റ്റമറോട് എങ്ങനെയാണ് ഡെഡ് ആയത് എന്നുള്ള ഹിസ്റ്ററി കസ്റ്റമറോട് ചോദിക്കുക. യെസ്, അതാണ് ഫസ്റ്റ് കേസ് അല്ലേ? ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? തലയിൽ വീണതാണോ വെള്ളത്തിൽ വീണതാണോ എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്താണ് അതിന്റെ കേസ് എന്ന് മനസ്സിലാവും അല്ലേ? ആക്ച്വലി എങ്ങനെയാണ് ഫോണ്, ഹൗ ഇറ്റ് ഹാപ്പൻസ് അല്ലേ, ഹൗ ഇറ്റ് ഹാപ്പൻ എന്നുള്ള സംഭവത്തിനൊരു ആൻസർ കിട്ടും. ഒന്നെങ്കിൽ താഴെ വീണതാവും, അല്ലെ വെള്ളത്തിൽ വീണതാവും, അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡെഡ് ആയതാവും, അല്ലെ കുട്ടി വെള്ളത്തിൽ മുക്കിയതായിരിക്കും അല്ലെ, ചായയിൽ കുട്ടി മുക്കി എന്ന് പറയും, അല്ലെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അടിച്ചുപോയി എന്ന് പറയും. അപ്പൊ ആക്ച്വലി നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് റിപ്പയറിങ്ങിനുള്ളൊരു ഹിന്റ് കിട്ടിയില്ലേ അല്ലേ? നമുക്ക് റിപ്പയറിങ്ങിലേക്ക് പോവാനുള്ള ഒരു ഏരിയ മനസ്സിലായി. ഉദാഹരണം, ചാർജിങ്ങിൽ കുത്തിയിട്ട സമയത്താണ് ഡെഡ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഇത് ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും അല്ലേ? അപ്പൊ ഹിസ്റ്ററിയാണ് ഇവിടെ SOPയിൽ ഫസ്റ്റ് വരുന്നത്. അതായത് അവിടെ വേറെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? ആ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അല്ലേ? ആ കസ്റ്റമറുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പം അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് SOP കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. അതായത് അയാളുമായിട്ട് ആ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ കളക്ട് ചെയ്തു, അയാൾ നമ്മൾ പരിഗണിച്ചു, അയാളോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, സമയം വാങ്ങി. നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? അതിനെ നമ്മൾ ഇനീഷ്യൽ ചെക്കിലേക്ക് കൊണ്ടുപോവാണ് അല്ലേ? ഹിസ്റ്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ് എന്താ? ചെക്ക് ചെയ്യണം. ഇറ്റ്സ് കോൾഡ് ഇനീഷ്യൽ ചെക്ക്. ഇനീഷ്യൽ ചെക്ക് ശരിക്കൊരു റിപ്പയറിംഗ് പ്രൊസീജിയർ അല്ല, ആക്ച്വലി അതൊരു സെക്യൂരിറ്റി പ്രൊസീജിയറാണ്. ആർക്കുള്ള? നമുക്ക് വേണ്ടിയിട്ടുള്ള. അതായത് ഈ ഡിവൈസിൽ, ഈ ഫോണിൽ ഇതിൻ്റെ ബോട്ടം സ്ക്രൂ ഉണ്ടോ, ബോട്ടം സ്ക്രൂ മിസ്സിംഗ് ആണോ, അല്ല ഈ ഫോണിൻ്റെ കേസിന് ബെൻഡ് ഉണ്ടോ അല്ലേ, 5D ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ,
ഇതിനകത്ത് സിം ട്രേ ഉണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ഡെഡ് ഫോൺ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് വരിക. വർക്കിംഗ് ഫോൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു വൈഫൈ വർക്ക് ചെയ്യാതെ വന്നൊരു സെറ്റ് ആണെങ്കിൽ ആ സെറ്റിൽ ബാക്കി പറയുന്ന ഫങ്ഷൻസ്, ഉദാഹരണം അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ, ചാർജ് കയറുന്നുണ്ടോ, അല്ലേ, സൗണ്ട് ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ കസ്റ്റമർ പറയും ഇതിൻ്റെ ക്യാമറ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, നല്ല ഫേസ് ഐ ഡി വർക്കിംഗ് ആയിരുന്നു എന്ന് പറയും. അയാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങി. മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല, അല്ലേ. സോ ഇനീഷ്യൽ ചെക്ക് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചും ഒരു ഷോപ്പ് ഓണറെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എന്താണ്? ഒരു സർവീസ് സെൻറ്ററിൽ നിങ്ങൾ ഒരു വർക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ പലപ്പോഴും നമുക്ക് മടി ഉണ്ടാവും. അതായത് ഒരു സെറ്റ് ഇപ്പോൾ ചാർജ് കയറുന്നില്ല എന്ന് പറഞ്ഞ് വന്നു, ഓക്കെ, ചിലപ്പോൾ ഫോണ് കസ്റ്റമർ പറഞ്ഞ് ചാർജ് കയറുന്നില്ല എന്നുള്ളൊരു കേസായിരിക്കും, ഫോൺ വന്നത് ഡെഡ് ആയിട്ടായിരിക്കും, അല്ലേ അല്ലേ. ആ, അപ്പൊ നിങ്ങൾ ചാർജ് കുത്തിക്കഴിഞ്ഞാൽ അപ്പൊ ചാർജ് കയറുമോ? ഇല്ല. അയാളെ സംബന്ധിച്ച് അയാൾ പറയുന്നത് എന്താ? ചാർജിങ് കംപ്ലൈന്റ് മാത്രമാണ്. അതിന്റെ ഡിസ്പ്ലേ വർക്കിംഗ് ആണ്, കോളിംഗ് ഓക്കെ ആണ്, നെറ്റ്വർക്ക് ഉണ്ട്, ക്യാമറ ഓക്കെയാണ്, ഫേസ് ഐ ഡി ഓക്കെയാണ്. സോ നിങ്ങളിത് അയാളെ മുന്നിൽ നിന്ന് കൺഫേം ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഉള്ളോട്ട് കൊണ്ടുപോയി 1 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ തന്നെ പ്രശ്നമാണ്. നിങ്ങൾ അവിടുന്ന് എന്താണോ അത്, നിങ്ങളൊരു ടെക്നീഷ്യൻ ആണ് അല്ലേ, നിങ്ങൾക്കാണ് ഈ ഫോണിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പ്രോപ്പറായിട്ട് ഓൺ ചെയ്ത് ചാർജിങ് കംപ്ലൈന്റ് മാത്രമാണെന്ന് കൺഫേം ചെയ്യണം. ക്ലിയർ അല്ലേ? അത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ നിങ്ങൾ ചെയ്യണം. ഇനി പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബാറ്ററി, വേറൊരു ബാറ്ററി ഇട്ടിട്ട് ടെമ്പററി ഓൺ ചെയ്യേണ്ടി വരും, അല്ലേ. ആക്ച്വലി ഏതൊരു കസ്റ്റമറെയും നമ്മളൊരു പ്രോപ്പർ സർവീസ് സെന്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറെയും 1 മിനിറ്റിൽ പിരിച്ചുവിടരുത്. ഫോൺ ജസ്റ്റ് വാങ്ങി വെച്ചിട്ട് ചില ആൾക്കാർ ഭയങ്കര തിരക്കായിരിക്കും, അല്ലേ. ഞാനിവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് വേഗം ഓടിക്കളയും, ബില്ല് തന്നെ വാങ്ങാണ്ട് പോയി കളയും, അല്ലേ. അവരോട് പോലും പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അല്ലല്ലോ, അത് ഒക്കെ ഓക്കെ ആയിരുന്നല്ലോ എന്ന് പറയും. അപ്പൊ അവിടെ ഒരു കോംപ്ലിക്കേഷൻ വന്നു. ശരിക്കും അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു നിലപാടിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡ് ഓൾറെഡി നമുക്ക് തലവേദന ഉള്ള ഫീൽഡാണ്. തലവേദന പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിംഗ് ആണ് നമ്മളെ മെയിൻ പരിപാടി, അല്ലേ. ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇതിന്റെ ഇടയിൽ കൂടി കസ്റ്റമറെ ട്രബിളും കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയൂല, മനസ്സിലായില്ലേ. കസ്റ്റമറെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൂടി നമുക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഡിവൈസ് തന്നെ ഓൾറെഡി അതിന്മേൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവും. സോ ഇനീഷ്യൽ ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? ആ വന്ന കംപ്ലൈന്റ് കഴിച്ച് ബാക്കി എല്ലാ സെക്ഷനും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക, മനസ്സിലായോ? ഇനിയിപ്പോൾ ആ കസ്റ്റമർ ചിലപ്പോൾ ആ കംപ്ലൈന്റ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പൊ ചാർജിങ് കംപ്ലൈന്റ് പറഞ്ഞ ഒരു സെറ്റില് ചിലപ്പോൾ ക്യാമറ 2x വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇത് പുള്ളിക്കും അറിയാനുണ്ടാവില്ല. പക്ഷെ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ആദ്യം പോയി ചെക്ക് ചെയ്യുക ക്യാമറ 2x ആയി. മനസ്സിലായോ? എന്തോ ബൈ ചാൻസ് പുള്ളി പോയിട്ട് ആദ്യം പോയി ക്യാമറ എടുത്ത് നോക്കും, വർക്ക് ചെയ്യേണ്ടി നോക്കും, 2x എടുത്ത് നോക്കും, 2xലേക്ക് വരുന്നില്ല, ഇത് ആദ്യം ഓക്കെ ആയിരുന്നല്ലോ എന്ന് പറയും, എന്തോന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ പറയും. അപ്പം ഇനീഷ്യൽ ചെക്കിന്റെ ഇമ്പോർട്ടൻ്റ് വളരെ കൂടുതലാണ്. നിങ്ങൾ നോർമലി ഒരു ടെക്നീഷ്യൻ തന്നെയാണ്
വർക്കൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി കാര്യങ്ങൾ മിസ്സാവാനാണ് ചാൻസ്. ഇത് നമ്മൾ എല്ലാ കാര്യത്തിലൊന്നും ചെക്കിങ്ങിന് നിൽക്കൂല. ഇനി റിസപ്ഷൻ സ്റ്റാഫൊക്കെ ഉള്ള ഷോപ്പാണെങ്കിൽ അവർക്ക് അതൊരു SOP ആക്കി കഴിഞ്ഞാൽ അത് ആ സ്റ്റാഫ് കറക്റ്റായിട്ട് ചെയ്തോളൂ അല്ലേ. ഇപ്പം നിങ്ങളെ ഷോപ്പിൽ റിസപ്ഷൻ സ്റ്റാഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മേലിന്ന് ആ ഒരു റിസ്ക് ഒഴിവാക്കുകയാണ്. നമ്മൾ അതിന് ശേഷം നമ്മൾ സേഫാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, റിപ്പയറിങ് ട്രബിൾ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ലെവൽ 1 റിപ്പയർ സ്റ്റാർട്ട് ചെയ്തു. ലെവൽ 1 റിപ്പയറിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ചെക്ക് ചെയ്യണം എന്താണ് കണ്ടീഷൻ എന്നുള്ള പറഞ്ഞത്. ഉദാഹരണം ഒരു ചാർജിങ് കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചു. എങ്ങനെ നോക്കാം? ലെവൽ 1 എന്തായിരിക്കും? ലെവൽ 1 എന്തായിരിക്കും? ആർക്കെങ്കിലും ചാർജിങ് കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സോഫ്റ്റ്വെയർ കൊണ്ട് ചാർജിങ് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. പക്ഷെ നോർമലി ചാർജിങ് കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ കൊണ്ട് കിട്ടാറില്ല. സോ അവിടെ ലെവൽ 1 നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു നല്ലൊരു ചാർജറിൽ കണക്ട് ചെയ്ത് നോക്കണം അല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള ഒരു വർക്കിംഗ് ചാർജറിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ? അതെ, അതാണ് ലെവൽ 1 വർക്ക് എന്ന് പറയുന്നത് ശരി. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് എന്തായിരിക്കും? അതിന്റെ ചാർജിങ് സ്ട്രിപ്പ് മാറ്റി നോക്കേണ്ടി വരും അല്ലേ. ചാർജിങ് സ്ട്രിപ്പ് മാറ്റിയപ്പോൾ അത് എന്തായി? ലെവൽ 2 പോയോ? പാർട്ട് ചേഞ്ച് ചെയ്തു. ലെവൽ 2 ലെവൽ 2 നിങ്ങൾ പാർട്ട് നോക്കി അല്ലേ. ലെവൽ 2 എന്തൊക്കെ പാർട്ട് ഉണ്ടോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ പാർട്ട് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണം ഓഡിയോന്റെ സെക്ഷൻ ആണെങ്കിൽ ഇപ്പം ചാർജിങ് സ്ട്രിപ്പിൽ ഓഡിയോ വരുന്നുണ്ടോ? ഐഫോണിന്റെ കേസിൽ റിങ്ങർ വരുന്നുണ്ട് അല്ലേ. റിങ്ങർ, മൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ആ സെക്ഷനിൽ റിലേറ്റഡ് പാർട്സ് ഉണ്ടോ എന്ന് നോക്കണം. റിലേറ്റഡ് പാർട്സ് വരുന്നുണ്ടോ? ഇയർ സ്പീക്കർ സ്ട്രിപ്പ് വരുന്നില്ലേ? ഇയർ സ്പീക്കർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് അതിലല്ലേ ഇയർ സ്പീക്കർ വരുന്നത്. അതൊരു പാർട്ടല്ലേ. അപ്പം ഓഡിയോന്റെ കേസാണ് നമ്മൾ വന്നെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 പാർട്ടായി അല്ലേ. അപ്പൊ റിലേറ്റഡ് പാർട്സും കൂടി ചെക്ക് ചെയ്യണം. അത് ലെവൽ 2 വരുന്നതാണ്. നമുക്കിപ്പോൾ ചാർജിങ്ങിന്റെ കേസിൽ ഇപ്പം ചാർജിങ് സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അത് റീപ്ലേസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അല്ലേ. ഒറിജിനൽ പാർട്ട് തന്നെ റീപ്ലേസ് ചെയ്യാൻ നോക്കുക. ഐഫോണിന് മോസ്റ്റ്ലി ഒറിജിനൽ പാർട്ട് തന്നെ വേണ്ടി വരും. എന്തുകൊണ്ടാന്ന് ഞാൻ പിന്നീട് പറയാം. ഓക്കെ. ഇപ്പം വരുന്ന ഡിവൈസുകളിൽ പ്രത്യേകിച്ച് iPhone 8 മുതൽ മുകളിലോട്ടുള്ള സെറ്റുകളിൽ നമുക്ക് ഒറിജിനൽ പാർട്ട് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു കംപ്ലൈന്റ്, അത് ഇപ്പോൾ ഓഡിയോന്റെ കേസ് പറഞ്ഞില്ലേ, അതായത് ഒന്നിലധികം പാർട്ടുകൾ ഉള്ള സെക്ഷൻ ആണെങ്കിൽ ആ സെക്ഷനിൽ എന്ത് ചെയ്യണം? ആ സെക്ഷനിലുള്ള എല്ലാ പാർട്ടുകളും ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതിൽ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ലെവൽ 2 സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ലെവൽ 3 പോയി പോകും. കംപ്ലൈന്റ് എവിടെ ആയിരിക്കും? ലെവൽ 2 യെസ്. പിന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുമോ? സൊല്യൂഷൻ കിട്ടൂല. നിങ്ങൾ എന്ത് വർക്ക് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് പാർട്ടുകളെ കാര്യത്തിൽ, ആക്സസറീസിന്റെ കാര്യത്തിൽ. മനസ്സിലായില്ലേ? അപ്പം ഇതാണ്
ലെവൽ 2 വരുന്നത്. ഇനി ലെവൽ 2 തന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ് പറയാൻ പറ്റുമോ? ചാർജിങ് ഇഷ്യൂ ആയിക്കോട്ടെ. ആദ്യം നമ്മൾ പാർട്ട് റീപ്ലേസ് ചെയ്ത് നോക്കും. നെറ്റ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞ നെറ്റ് ഓക്കെ ആയില്ലെന്നുണ്ടെങ്കിൽ ബോർഡ് ചെക്ക് ചെയ്യാലോ. ആ ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണ് GR ചെക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. GR ചെക്കിംഗ് അറിയാത്തവരുണ്ടോ, കേൾക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരുവിധ ആളുകളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും എന്നറിയാം. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ലെവൽ 2 വരുന്ന ഒരു വർക്കാണ് GR ചെക്കിംഗ്. ഓക്കെ, GR ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ചാർജിങ് സ്ട്രിപ്പ് നമ്മൾ മാറി നോക്കി, വേറൊരു ചാർജിങ് സ്ട്രിപ്പ് ഇട്ട് നോക്കി അല്ലേ. ഈ ചാർജിങ് സ്ട്രിപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എവിടാ? അതിന്റെ FPC കണക്ടറിലാണ്. FPC കണക്ടർ എന്നാണ് പറയാം കേട്ടോ. FPC കണക്ടർ, ഫ്ലെക്സിബിൾ പ്രിന്റഡ് സർക്യൂട്ട്, ഫ്ലെക്സിബിൾ പ്രിന്റഡ് സർക്യൂട്ട് കണക്ടർ. അതാണ് നമ്മളെ ബോർഡിലെ കണക്ടർ. ഓക്കെ, ബോർഡിലെ കണക്ടറിലേക്ക് എത്തേണ്ട എല്ലാ കണക്ഷൻസും അവിടെ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് ചെയ്യാൻ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് GR ചെക്കിംഗ് എന്ന് പറയുന്നത്. ഐഫോണിന്റെ സ്കീമാറ്റിക്സുകളൊക്കെ മോസ്റ്റ്ലി അവിടെ അതിന്റെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര റെസിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഐഫോൺ സ്കീമാറ്റിക്സുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ മീറ്റർ ആണ് അല്ലേ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ലെവൽ 2 വർക്കാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് ചെക്ക് ചെയ്യുന്ന മോഡ് എന്ന് പറയുന്നത് ഡയോഡ് മോഡാണ്. റെസിസ്റ്റൻസിൻ്റെ അകത്ത് ഡയോഡ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയോഡ് മോഡ് യൂസ് ചെയ്യാത്തവരുണ്ടോ? എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ GR ചെക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിൽ ഏതെങ്കിലും ഒരു ട്രാക്ക് മിസ്സിങ് ആണെങ്കിൽ നമുക്ക് അവിടെ അതിൻ്റെ വാല്യൂ പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കണക്ഷൻ ട്രേസ് ചെയ്തിട്ട് എവിടുന്നാണോ അത് ബ്രേക്ക് ആയത് അത് പോയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു IC എന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്യൂസ് ഓപ്പൺ ആയി പോയതായിരിക്കും, അല്ല ഒരു റെസിസ്റ്റർ ഡ്രൈ ആയതായിരിക്കും അല്ലേ. ഇനി ഇതല്ലെങ്കിൽ അവിടെ ഷോർട്ട് സംഭവിക്കാം. ആ ഒരു ട്രാക്കിലുള്ള കപ്പാസിറ്ററുകൾ ഷോർട്ടായി പോയതായിരിക്കാം, അല്ലെങ്കിൽ ആ IC വെള്ളം കയറിയിട്ട് ഒരു IC എന്നുള്ള കണക്ഷൻ ലീക്ക് ആവുന്നതാവാം അല്ലേ. ഇങ്ങനത്തെ കേസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GR ചെക്കിങ്ങിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആക്ച്വലി GR ചെക്കിങ്ങിനെ നമ്മൾ ഉൾപ്പെടുത്തിയത് ലെവൽ 2 ലെവൽ 3 എന്ത് വരുന്നുണ്ട്? GR ചെക്കിങ് വരുന്നുണ്ട്. അത് അതിൻ്റെ എക്സ്റ്റൻഡ് ലെവലാണ്. GR ചെക്കിങ്ങിന് ലെവൽ 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ വേർതിരിക്കാൻ വേണ്ടി പറ്റും. ഒരു നമ്മൾ പറയുന്ന നോർമൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നോർമൽ വർക്ക് ചെയ്യാന്ന് പറയുന്ന ടെക്നീഷ്യനില്ലേ, അയാൾ മോസ്റ്റ്ലി ചെക്ക് ചെയ്യുന്നത് ലെവൽ 2 ആയിരിക്കും. ലെവൽ 2 അയാൾ ആ ചെക്കിങ് ഉണ്ടാവുക. ഓക്കെ, ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യൻ ആണെങ്കിൽ അയാൾക്ക് ലെവൽ 3 ചെക്ക് ചെയ്യാൻ പറ്റും. ലെവൽ 3 ചെക്ക് ചെയ്യാനാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നോക്കാം. അത് നോർമലി നമ്മൾ ആ കണക്ടറിൽ കിട്ടുന്ന വാല്യൂ ജസ്റ്റ് റീഡ് ചെയ്ത് പോവുക എന്നല്ലാതെ അതിലുള്ള ചേഞ്ചസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ആർക്കും വേണമെങ്കിൽ 510, 450 ഇങ്ങനെ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഓക്കെ അടിച്ച് വിടും. ഇനി അതിൻ്റെ ഇടയ്ക്ക് ചില ലൈനുകൾ വരുന്നുണ്ട്. OL എന്ന് പറഞ്ഞിട്ട് ലൈൻ വരുന്നുണ്ട് അല്ലേ. OL എന്നുള്ള ലൈന് വരുമ്പം അവിടെ അവർ ചെക്ക് ചെയ്യില്ല, അവിടെ ഓൾറെഡി ഒന്നും വരില്ല. സോ അവിടെ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. അപ്പം അത് ഒഴിവാക്കി വിട്ടിട്ട് കണക്ഷൻസ് മാത്രമായിരിക്കും പുള്ളി നോക്കുന്നത് അല്ലേ. ആക്ച്വലി OL എന്താണ്? OL ഓൾസോ കണക്ഷൻ.
ഓയിലും കണക്ഷൻ ആണ് അല്ലേ? ഉം. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ NC ആണ് അല്ലേ? ഓക്കെ. NC കണ്ടിട്ടുണ്ടോ? ആ. NC ഒരു ബ്ലൂ കളറിൽ വരും. സ്കീമാറ്റിക്സ് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമുക്കിപ്പോൾ ഈ കണക്ഷൻസിൽ ഇത് സ്കീമാറ്റിക്സ് ആണ്. ഇതിൽ നമുക്ക് യെല്ലോ പിന്നുകളും കാണുന്നുണ്ട്, ബ്ലൂ പിന്നുകളും കാണുന്നുണ്ട് അല്ലേ? ഈ ഒരു IC ഇതൊരു IC ആണ്. ഈ ഒരു ICന്റെ കണക്ഷനിൽ കൂടുതലും നമുക്ക് ബ്ലൂ പിന്നുകളാണ് കാണുന്നത്. ഈ ബ്ലൂ പിന്നുകളൊക്കെ ഡമ്മിയാണ്. ആക്ച്വലി അത് നോ കണക്ഷൻ ആണ്, NC ആണ്. ഇതിന്റെ നേരെ എഴുതി വെച്ച് NC എന്നാണ്, കണ്ടോ? NC എന്നാണ് എഴുതി വെച്ചത്. ആക്ച്വലി ആ കണക്ഷൻ നമുക്ക് അവിടെ ആവശ്യമില്ല, അതിലേക്കൊരു ട്രാക്ക് വരുന്നുമില്ല, അത് ഡമ്മിയാണ്. ഈ ഒരു ഐസിന്റെ ഡിസൈന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ യെല്ലോ കാണിക്കുന്ന കണക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യെല്ലോയിൽ തന്നെയാണ് ഈ OL എന്ന് പറയുന്ന കണക്ഷൻ ഉള്ളത്. നോർമൽ ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ല, എന്താണ് ആ ഒരു കണക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അവരുടെ റിപ്പയർ, അത് GR ചെക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ലെവൽ 2 റിപ്പയർ ആണ്. ഓക്കെ, അപ്പോൾ ആ കണക്ഷനും കൂടി OL കണക്ഷനും കൂടെ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് അറിയലാണ് ലെവൽ 3യിലുള്ള ചെക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു കണക്ഷന് എത്രത്തോളം വേരിയേഷൻ, വാല്യൂവിൽ എത്രത്തോളം വേരിയേഷൻസ് ഉണ്ടാവാം, അതിനെ ബേസ് ചെയ്തിട്ട് കണക്ഷനുകളെ മനസ്സിലാക്കുന്ന ലെവൽ 3യിലാണ്. അതേപോലെ ഒരു GR വാല്യൂ എന്ന് പറഞ്ഞാണ് എന്താണെന്ന് മനസ്സിലാക്കും. എവിടുന്നാണ് ഈ വാല്യൂ വരുന്നത്, എങ്ങനെയാണ് ഒരു വാല്യൂ ഉണ്ടാവാൻ പറ്റുക എന്നുള്ള കാര്യം മനസ്സിലാക്കലും ലെവൽ 3 ആണ്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് GRനെ കുറിച്ചൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് മോസ്റ്റ്ലി കണക്ഷൻസിൽ വരുന്ന പ്രശ്നങ്ങൾ GR നോക്കിയിട്ട് തന്നെ ഫിക്സ് ചെയ്യാനും പറ്റും. അപ്പം അതാണ് ആക്ച്വലി ലെവൽ 2യിലാണ് വരുന്നത്, പാർട്ട് റീപ്ലേസിങ്ങും GR ചെക്കിങ്ങും എന്ന് പറയും. നിങ്ങളെ GR ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ നിങ്ങൾ പോകുന്നത് ലെവൽ 3യിലേക്കാണ്. ലെവൽ 3യിൽ നമ്മൾ എന്താ ചെയ്യുക? മോസ്റ്റ്ലി എന്തായിരിക്കും ചെയ്യുക? എങ്ങനെ? ചിപ്പ് ലെവലിൽ. യെസ്, ഇവിടാണ് നമ്മൾ ICs നോക്കുക അല്ലേ? ICs റീഫിക്സ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ലെവൽ 3യിലാണ് ചെയ്യുക. ഉദാഹരണം ഇപ്പോൾ ചാർജിങ് ആയിട്ട് വന്നിട്ടുള്ള സെറ്റാണ്. സോ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചാർജിങ് ഫങ്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ചിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും IC ഈ ചാർജിങ്ങിന്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. സോ അടുത്തതായിട്ട് ആ IC നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുക. IC റിമൂവ് ചെയ്യും. IC റിമൂവ് ചെയ്തിട്ട് ICയിലേക്ക് ആ ഒരു ചിപ്പിലേക്ക് വരേണ്ട കണക്ഷൻസും ചെക്ക് ചെയ്യും. അത് അവിടെയും GR ചെക്കിങ് അഗൈൻ ഉണ്ട് അല്ലേ? അവർ റിമൂവ് ചെയ്ത ICന്റെ പാഡ്സ് കറക്റ്റ് ആണോ എന്നുള്ളത്, അതിൽ വരുന്ന വാല്യൂ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കും. ഓക്കെ, ഈ വാല്യൂ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഇപ്പൊ മാറ്റി നോക്കാം. യെസ്, വാല്യൂ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ IC റീപ്ലേസ് ചെയ്ത് നോക്കും അല്ലേ? IC റീപ്ലേസ് ചെയ്ത് നോക്കും. ഇനി വാല്യൂവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ? ട്രാക്ക് ചെക്ക് ചെയ്യാം. വാല്യൂ എങ്ങോട്ടാണ് മിസ്റ്റേക്ക് ഉണ്ട്, പോകുന്നത്? IC റീബോൾ ചെയ്ത് നോക്കും അല്ലേ? അല്ലെങ്കിൽ റീഫിക്സ് ചെയ്യും. IC റീഫിക്സ് ചെയ്ത് നോക്കും അല്ലേ? ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ IC നമ്മൾ ചെയ്ത് നോക്കി. ഓക്കെ, IC നമ്മൾ എന്ത് ചെയ്ത് നോക്കി? റീബോൾ ചെയ്ത് നോക്കി, കണക്ഷൻസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തു, എന്നിട്ടും ആ കംപ്ലൈൻറ്റ് റെഡി ആയില്ല. അപ്പം എന്തായിരിക്കും ചെയ്യുക? നജീബൊക്കെ മുണ്ടാതിരിക്കുക. നജീബെ പറഞ്ഞേ, ഉണ്ട് സാറേ, ഉണ്ടായിക്കല്ല. പറയ് ആൻസർ പറയ്.
നമുക്കിപ്പോൾ ഒരു കംപ്ലൈന്റ് കിട്ടി, ആ കംപ്ലൈന്റിന്റെ സെഷൻ നമ്മൾ നോക്കി, പാർട്ടുകൾ നോക്കി, GR നോക്കി, ദെൻ ചിപ്പിലേക്ക് എത്തി. ആ ചിപ്പ്, ആ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്ന ചിപ്പ് നമ്മൾ റീപ്ലേസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ റീബോൾ ചെയ്ത് നോക്കി, അതിന്റെ GR ചെക്കിങ് നോക്കി, അതിന്റെ ഐസിന്റെ പാഡുകളും നമ്മൾ ചെക്ക് ചെയ്തു, എന്നിട്ടും സെറ്റ് റെഡി ആയിട്ടില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യാ? ആ ചിപ്പിന് സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും കണക്ഷൻ ഉണ്ടോ? യെസ്. ഇവിടെ നമ്മൾ ലെവൽ 2 പറഞ്ഞ റിലേറ്റഡ് പാർട്സ് പറഞ്ഞില്ലേ? റിലേറ്റഡ് പാർട്സ് പറഞ്ഞ ഓർമ്മല്ലേ? അതേപോലെ ഇവിടെ റിലേറ്റഡ് ICs ആണ് നോക്കുക, അല്ലെങ്കിൽ റിലേറ്റഡ് സെഷൻസ്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സെക്ഷൻസ് ഉണ്ടോ നോക്കും. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് USB-യിലെ അതെ. USB സെക്ഷനും ചാർജിങ് സെക്ഷനും ഒക്കെ ഏകദേശം ഒരേ സെക്ഷനാണ്, പക്ഷെ ഇതിന് ഡിഫറെന്റ് ICs ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിവിടെ ചാർജിങ്ങിന്റെ ഫംഗ്ഷനാണ് നമ്മൾ പോയത്. സോ ചാർജിങ് IC ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ USB ICയും കൂടെ നോക്കേണ്ടതായിട്ട് വരും, കാരണം ഇത് റിലേറ്റബിൾ ആണ് അല്ലേ? നമ്മൾ USB കുത്തിയിട്ടല്ലേ ശരിക്കും ചാർജിങ് വർക്ക് ആവുന്നത്? USB-യിലല്ല നമ്മൾ കുത്തുന്നത്. ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും USB പോർട്ട് എന്നാണ് പറയാ. USB പോർട്ട് ത്രൂ അല്ല നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ അവര് റിലേറ്റബിൾ ആണ്. സോ USB ICയും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഒരു സെഷനെ കുറിച്ച്, അതായത് ചാർജിങ് സർക്യൂട്ടിനെ കുറിച്ചും USB സർക്യൂട്ടിനെ കുറിച്ചും നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ സർക്യൂട്ടിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇപ്പൊ വന്ന ചാർജിങ് കംപ്ലൈന്റിന് ഞാൻ ആദ്യം പൊക്കേണ്ടത് USB IC ആണോ അല്ലെങ്കിൽ ചാർജിങ് IC ആണോ എന്നുള്ളത് നിങ്ങളെ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ള കോമൺ കംപ്ലൈൻസ് അല്ലെ? കോമൺ കംപ്ലൈൻസ് ഉണ്ട്. കോമൺ കംപ്ലൈൻസ് വെച്ചിട്ടാണ് ഒരുവിധ ആളുകളൊക്കെ സൊല്യൂഷൻ മാർക്കറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 12 Proന്റെ സ്പീക്കർ കംപ്ലൈന്റ് വരുന്നില്ലേ? അതിപ്പോ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. 12 Pro സ്പീക്കർ വന്നു കഴിഞ്ഞാൽ സ്പീക്കറിന്റെ കേബിള് ഇത് ലൈന് പൊട്ടുകയാണെന്നുള്ളത്. സ്പീക്കർ തന്നെ പൊട്ടിപ്പോവാണ് അല്ലെ? അതിന്റെ ഉള്ളിലെ കോയില് ബ്രേക്ക് ആവുകയാണ്. അപ്പം അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ അതിൽ SOPയും ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല. കോമൺ കംപ്ലൈൻസ് എപ്പോഴും അത് അങ്ങനെ തന്നെ പോകും, അതിൻ്റെതായ ട്രാക്കിൽ പോകും. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ആ സ്പീക്കർ പോയിട്ട് മാറ്റും. ഓക്കെ, ഇനിയിപ്പോ എല്ലാവരും പറയുന്ന ഒരു കേസാണ്, ഇപ്പോ ഒരു കസ്റ്റമർ കാറിൽ ചാർജ് ചെയ്താണ്, കാറിന് ചാർജിങ് കുത്തിയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ ചാർജ് കയറുന്നില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതിന്റെ എന്തായിരിക്കും പോയിട്ടുണ്ടാവുക? U2 IC ആയിരിക്കും പോയിട്ടുണ്ടാവുക. U2 മീൻസ് USB IC ആണ് പോയിട്ടുണ്ടാവുക. അത് ഒരു കോമൺ കേസാണ്, നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ലെവൽ 1 ലെവൽ 2 നമ്മൾ നോക്കാറുണ്ടാവില്ല. കാരണം അവിടെ ഒരു കോമൺ ഇഷ്യൂ ആണ്, കസ്റ്റമർ ഹിസ്റ്ററി എന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് പോകുന്നത് അല്ലേ? കസ്റ്റമർ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു ഹിന്റ് ആണ് അല്ലേ? അവരുടെ അടുത്ത് നമുക്ക് എന്ത് കിട്ടി? റിപ്പയറിങ് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഓൾറെഡി ഒരു ഐഡിയ കിട്ടി. സോ നമ്മളിവിടെ ലെവൽ 1ഉം 2 ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് പോയിട്ട് ചിലപ്പോൾ U2 IC ചെയ്യും. ഇത് കോമൺ കംപ്ലൈന്റുകൾക്ക് മാത്രം നമ്മൾ ചെയ്യുന്ന കേസാണ്. ഇനി എല്ലാ വരുന്ന കംപ്ലൈൻസും കോമൺ കംപ്ലൈന്റ് ആവുമോ? ഇല്ല. ചിലപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ചാർജർ ഉപയോഗിച്ചത് കാറിലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇയാളെ ചാർജിങ് സ്ട്രിപ്പ് പോയതായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ SOP ഇല്ലാതെ പോയിട്ട് U2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ വൃത്തിക്ക് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പിന്നെ ചാർജ് സ്ട്രിപ്പ് മാറ്റി കഴിഞ്ഞാൽ റെഡി ആവും.
പക്ഷെ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടോ? സമയം പോവും. സമയം പോവും. നിങ്ങൾ വെറുതെ ഒരു IC അതിൽ എടുത്തിടണം. ഉം. ഇനി ഈ ഒരു IC റിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു റിസ്ക് ഇല്ലേ? അതെ. മറ്റു Yes. കംപ്ലൈന്റ് വരാൻ. മറ്റ് കംപ്ലൈന്റുകൾ വരാനോ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ നിങ്ങൾ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ ഈ സെറ്റ് ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? അവിടാണ് നമുക്ക് എന്ത് വരുന്നത്, SOPക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഈ ലെവൽ 1 ലെവൽ 2 എന്നുള്ള രീതിയിൽ തന്നെ പോവണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് കോമൺ കംപ്ലൈന്റുകൾ അറിയാന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ഡയറക്റ്റ് ജമ്പ് ചെയ്ത് പോയിട്ട് ചെയ്യും. അവിടെ സ്റ്റിൽ നമുക്ക് എന്ത് വേണം? അവിടെ ഒരു റിപ്പയറിങ് സ്കില്ല് വേണം നമുക്ക്. ഇത് ബാക്കിയുള്ള ആക്സസറീസ് കൊണ്ടല്ല എന്ന് പെട്ടെന്ന് ഉറപ്പുവരുത്താനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ വേണം. മനസ്സിലായില്ലേ? ഇപ്പം ചാർജിങ് സ്ട്രിപ്പ് ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കേസിൽ നിന്ന് ചാർജിങ് സ്ട്രിപ്പ് ഊരിയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണോ? വേണ്ട. വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ട് ചെക്ക് ചെയ്യാം. ജസ്റ്റ് കണക്ടർ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രിപ്പ് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യണ്ടോ ഇല്ലെന്ന് മാത്രം അറിയാൻ പറ്റും. കംപ്ലീറ്റ് സ്ക്രൂസ് അയച്ചിട്ട് ചാർജിങ് സ്ട്രിപ്പ് ഊരാൻ അത്യാവശ്യം സ്ക്രൂസ് ഉണ്ടാവും അല്ലേ? അതെ. അത് കംപ്ലീറ്റ് ഊരിയിട്ട് പിന്നെ തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സാണ്. അപ്പം അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്കില്ല് അപ്ലൈ ചെയ്യുക, എങ്ങനെ പെട്ടെന്ന് അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കുക, എന്നിട്ട് ലെവൽ 3ലേക്ക് പോകുന്നതാണ് ബെറ്റർ. മനസ്സിലായില്ലേ? നോർമലി നമ്മൾ പോവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ICയിലേക്കാണ് പോവുക. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത IC ഉണ്ടോ നോക്കും, ആ ICയിലേക്കും പോകും. മനസ്സിലായില്ലേ? ഇത് രണ്ടും കഴിഞ്ഞാലോ? ഇത് രണ്ടും കഴിഞ്ഞാൽ എന്തായിരിക്കും? രണ്ടും ഈ രണ്ട് ചിപ്പിന്റെയും വാല്യൂ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് അല്ലേ? അത് ഉറപ്പല്ലേ? വാല്യൂ പറഞ്ഞാൽ ഡയോഡ് റീഡിങ്, GR ഡയോഡ് വാല്യൂ നോക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് റിമൂവ് ചെയ്ത ICന്റെ തന്നെ ഡയോഡ് റീഡിങ് കംപ്ലീറ്റ് എടുത്തതിന് ശേഷമാണ് നിങ്ങൾ റിലേറ്റ് ചെയ്ത ICയിലേക്ക് പോകേണ്ടത്. കാരണം ഈ ചിപ്പിലേക്കുള്ള കണക്ഷൻസ് പ്രോപ്പർ അല്ലാതെ നിങ്ങൾ IC മാറ്റിയിട്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ റിലേറ്റഡ് ചിപ്പും നിങ്ങൾ നോക്കി, അതിൻ്റെ കണക്ഷൻസും നോക്കി, എന്നിട്ടും ഈ ഒരു ഇഷ്യൂ റെഡി ആയിട്ടില്ല. പിന്നെന്താ നോക്കുക? മെയിൻ ചിപ്പിലേക്ക് വരുന്ന കണക്ഷൻ നോക്കി എങ്ങോട്ടാണ് പോകുന്നത് CPU ലെവൽ. പിന്നെ നമ്മൾ നോക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരോ ഉണ്ടോ എന്നാണ്. ഹൂ ഈസ് കൺട്രോളിങ്? മോസ്റ്റ്ലി ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? CPU ആയിരിക്കും. Then it goes to CPU. CPU ആണ് ഇയാളെ വർക്ക് ചെയ്യിക്കുന്നത് അല്ലേ? CPUവിൻ്റെ അകത്തുനിന്ന് CPU ഇയാളെ ട്രിഗർ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ഗസ് ചെയ്യുക. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? CPUവിനെ ജസ്റ്റ് റീഫിക്സ് ചെയ്ത് നോക്കും. CPUവിൻ്റെ ഏതെങ്കിലും കണക്ഷൻസ് ഡ്രൈ ആയിട്ടാണോ, കറക്റ്റ് ടച്ച് ആവായിട്ടാണെന്നുള്ളൊരു ലോജിക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? CPU ചെയ്ത് നോക്കുക. സ്റ്റിൽ ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ GR ചെക്ക്, ഈ രണ്ട് ICകളെ GR ചെക്കിങ് ലെവൽ 3 ആയിരിക്കണം. മനസ്സിലായില്ലേ? ലെവൽ 2 ലെവലിൽ GR നോക്കിയിട്ട് കാര്യമില്ല. ലെവൽ 3 ലെവലിൽ നോക്കണം. OL ലൈനുകളും കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ കണക്ഷൻ ഇന്റേണൽ ഷോർട്ടുകൾ ഉണ്ടോ നോക്കണം. അതേപോലെ എന്താ പറഞ്ഞ GRലുള്ള ഡിഫറൻസ് അല്ലേ? GRൽ വരുന്ന ഡിഫറൻസ് സാധാരണ വരുന്ന ഡിഫറൻസ് ആണോ, അല്ലെങ്കിൽ അതൊരു ബ്രേക്ക് ആണോ, അല്ലെങ്കിൽ ലീക്കേജ് ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരെ ഗസ് ചെയ്യുന്നത്? CPU ആണെന്ന് തീരുമാനിക്കുന്നത്. ദെൻ CPU റീഫിക്സ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ അവിടെ
സൊല്യൂഷൻ ഉള്ളൂ. സി പി യു റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സി പി യു റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം സി പി യു ആ ഒരു ഡിവൈസുമായിട്ട് എൻക്രിപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ചില ഡിവൈസുകളിൽ സി പി യു റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഐപാഡുകളില്ലേ, ഐപാഡുകളിൽ നമുക്ക് ചില മോഡലുകളിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. വൈഫൈ മോഡലുകളിൽ, വൈഫൈ മോഡൽ വൈഫൈ മോഡൽ ആകുമ്പോൾ എന്താണ് അവിടെ വ്യത്യാസം? IMEI ഇല്ല. അതെ അതെ, അതിനൊരു സെക്യൂരിറ്റി ഫീച്ചർ കുറവായിരിക്കും. കാരണം IMEI ഇല്ലാത്തതുകൊണ്ട്. IMEI ഉള്ള ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. വൈഫൈ ഐപാഡുകളിലൊക്കെ മിക്കവാറും സെക്യൂരിറ്റി കുറവായിരിക്കും ഉണ്ടാവുക. സോ അവിടെ നിങ്ങൾക്ക് സി പി യു മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് പറയാം. അപ്പം ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ലെവൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ലെവൽ 1 നോക്കാതെ നിങ്ങൾ ലെവൽ 2ലേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ലെവൽ 3ലും ലെവൽ 4ലും പോയിട്ടായിരിക്കും പിന്നെ ലെവൽ 1ലേക്ക് വരല്, അല്ലേ? പിന്നെ ലെവൽ 4 ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇതും കൂടെ ഒന്നുകൂടെ നോക്കാം, ഒന്ന് സോഫ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളത് ചിന്തിക്കുന്നത്. ആക്ച്വലി റിപ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം എവിടുന്ന് വന്നെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം SOP കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ലെവൽ 1 വർക്കുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക, ലെവൽ 2 സ്കിപ്പ് ചെയ്യാതിരിക്കുക, കോമൺ കംപ്ലൈൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, കോമൺ കംപ്ലൈൻസ് നിങ്ങൾക്ക് പൊതുവെ ഒരു ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നല്ലോണം എൻഗേജിങ് ഉണ്ടാവണം. ഒരുവിധം സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കോമൺ കംപ്ലൈൻസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടന്റ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുവിധം കോമൺ കംപ്ലൈൻറ്റുകൾ മനസ്സിലാവും. ഇപ്പോൾ 13 പ്രോൻ്റെ വൈറ്റ് ഡിസ്പ്ലേ വരുന്ന കേസില്ലേ അല്ലേ? സാധാരണ നമ്മൾ എന്താ ചെയ്യുക? വൈറ്റ് ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ മാറ്റി വെക്കും. വേറെ ഡിസ്പ്ലേ ഇട്ട് വെക്കും. ഡിസ്പ്ലേ മാറ്റി നോക്കും. പിന്നെ ഡിസ്പ്ലേ ഇത്രയും പൈസന്റെ ഡിസ്പ്ലേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിക് സെക്ഷൻ ഒക്കെ പോയിട്ട് ചെക്ക് ചെയ്യും അല്ലേ? ഡിസ്പ്ലേ IC മാറ്റി നോക്കും അല്ലേ? സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കും. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെയാണ് പൊതുവെ പോവുക. ഇപ്പൊ 13 പ്രോ വൈറ്റ് ഡിസ്പ്ലേ വന്ന് നിങ്ങൾ എന്താ ചെയ്യുക? ജമ്പർ സൊല്യൂഷൻ അറിയാന്നുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് നിങ്ങൾ ഡയറക്റ്റ് ജമ്പർ എന്താന്ന് ആരോടും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഉള്ള സാധനങ്ങൾ അടിച്ചു നോക്കുകയോ ചെയ്യും. അത് കോമൺ കംപ്ലൈൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില ആളുകളുണ്ട്, ഇയാള് ഫേസ്ബുക്ക് ഉപയോഗിക്കൂല, അല്ല ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കൂല എന്നൊക്കെ പറയും. ഇന്ന് അങ്ങനത്തെ ആൾക്കാര് ഉപയോഗിക്കില്ലെങ്കിൽ ഉപയോഗിക്കണ്ട. മൂപ്പരെ ഒരു സൈഡ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നു. അതായത് മൂപ്പര് ടെക്നിക്കലി അയാൾ വളരെ ബാക്കിലായിരിക്കും. അയാൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അപ്പം ഇന്നിപ്പോ നമ്മളെ ഈ ഫീൽഡിൽ നമുക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് നമ്മളെപ്പോഴും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ നമുക്ക് കൂടുതലും ഈ കോമൺ കംപ്ലൈൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലും ഫൈൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നാണ് നമുക്ക് സൊല്യൂഷൻസ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഉള്ള പേജുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും ഈ കണ്ടന്റ് നമ്മളടുത്തേക്ക് എത്തല്. അപ്പോൾ ഇതിലൊന്നും കയറി നോക്കാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു ഫ്രഷറെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഷോപ്പിൽ. വൈറ്റ് സ്ക്രീനെ കുറിച്ച് പുള്ളിക്ക് അറിയ പോലും ഇല്ല. പിന്നെ പുള്ളിക്ക് എങ്ങനെ അത് റിപ്പയർ ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പൊ നമുക്ക് കോമൺ കംപ്ലൈൻസുകൾ അറിയാൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ ഗ്രൂപ്പുകളിൽ ഉണ്ടാവണം.
ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിൽ ഉണ്ടാവണം. അപ്പോൾ ഒരാൾ ചോദിച്ച കംപ്ലൈന്റ് തന്നെ വേറൊരാൾ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ കോമൺ ഇഷ്യൂ അല്ലേ? അത് തന്നെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് സ്ഥിരം വരുന്ന കേസാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ചില ആളുകൾ ഗ്രൂപ്പിലുണ്ടാവും, പക്ഷേ ഈ ഗ്രൂപ്പിൽ വരുന്ന ചർച്ചകളെ കുറിച്ച് പുള്ളിക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയല്ല. അപ്പോൾ 10 തവണ ആ ഗ്രൂപ്പിൽ വന്ന ഒരു ചോദ്യമായിരിക്കും പുള്ളിക്ക് വന്നപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെ ആയിട്ടും കാര്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സർവീസിൽ വരുന്ന ലെവൽസ്, അതേപോലെ അതിൻ്റെ SOP എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വർക്കിൽ ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ SOP ലെവലിലാണ് നമ്മളെ ക്ലാസ്സും കാര്യങ്ങളും പോകുന്നത്. അതേപോലെ നമുക്കിനി കുറച്ചും കൂടെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത്തരം ക്ലാസ്സുകൾ നമ്മൾ അടുത്ത സെഷനുകളിലായിട്ട് എടുക്കും. അപ്പം ഇന്നത്തെ ടൈം ഏകദേശം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാട്ടോ. സാറേ ഇന്നലെ 12 വന്നിരുന്നേ. അത് ആ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുമ്പോ പിന്നെ നമ്മുടെ 0.1 ബൂട്ടില് 118 വന്ന് നിൽക്കുകയായിരുന്നു. ഉം. അതില് പിന്നെ അപ്പൊ ബൂട്ട് 118 സ്റ്റക്കായി നിൽക്കുക. പിന്നെ വേറെ ബാറ്റ് ഇട്ട് പിന്നെ ഡിസ്പ്ലേ മാറ്റിയപ്പോ സെറ്റ് റെഡിയാണ്. 118 നിൽക്കാൻ കാരണം എന്താ അപ്പൊ പിന്നെ 118 നിൽക്കാൻ ഫോൺ വർക്കിംഗ് അല്ലേ? അല്ല, ആ ടൈമിൽ വർക്കിംഗ് അല്ല. പിന്നെ ഞാൻ ബാറ്റ് മാറ്റി പിന്നെ കേബിള് കുത്തിയപ്പോ ബൂട്ട് എടുത്തും ചെയ്തു. ആദ്യം നമ്മൾ ബൂട്ട് കേബിൾ ചെക്ക് ചെയ്യുമ്പോ 118 സ്റ്റക്കായി. ആ സെറ്റിന് ചാർജിങ് കംപ്ലൈന്റ് ഉണ്ടായോ? ഇല്ല, പിന്നെ ഫുള്ള് റെഡിയാണ്. ആ അതൊരു പ്രത്യേക തരം കംപ്ലൈന്റ്. ഡിസ്പ്ലേ മാറ്റിയപ്പോ റെഡി ആയി. ഡിസ്പ്ലേ മാറ്റി ബാറ്ററി മാറ്റി, അപ്പൊ സെറ്റ് വർക്കിംഗ് ആണ്. ഡിസ്പ്ലേ എന്തിനാ മാറ്റി? ഡിസ്പ്ലേ ഡാമേജ് ഉണ്ടായി, ഡിസ്പ്ലേ ഒന്നും വന്നില്ല. ഡിസ്പ്ലേയിലൊന്നും വന്നില്ല. അപ്പൊ നമ്മള് ചാർജർ കേബിൾ കുത്തി പിന്നെ നോക്കുമ്പോ സെറ്റ് ബൂട്ടായും ചെയ്ത്. ആ ഡിസ്പ്ലേ വേറെ സെറ്റിൽ ഇട്ട് നോക്കിയോ? ഡിസ്പ്ലേയിൽ ഏതെങ്കിലും ട്രാക്ക് ഷോർട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് 118 രാവിലെ. CPU-ലേക്കുള്ള ഏതെങ്കിലും ട്രാക്ക് ഷോർട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും വോൾട്ടേജ് ലൈന് ഷോർട്ട് ആയിട്ട്. CPU ആണോ ഡിസ്പ്ലേ ഇടുമ്പോ അല്ലെ? ഡിസ്പ്ലേ ഇടുമ്പോഴേക്കാരല്ലേ? അതെ, CPU-ലേക്കുള്ള ട്രാക്കുകളൊക്കെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ബൂട്ട് ചെയ്യാൻ പറ്റൂല ചിലപ്പോ. അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചുണ്ടാവും. അതെ അതെ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ശരി ശരി.